കൂളു ആപ്പിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഹോം എഡ്യൂക്കേഷൻ സീരീസിൽ നമ്മൾ സംസാരിച്ചിരുന്നത് വാതിലുകളുടെ ഫ്രെയിംസ് ഒക്കെ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാതിൽ വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. അപ്പോൾ ഇന്ന് അനുപ്രശോഭാണ് നമ്മുടെ കൂടെ ഉള്ളത്. അനുപ്രശോബ് ഏക ആർക്കിടെക്ട്സിൻ്റെ പ്രിൻസിപ്പൽ ഡിസൈനറാണ്. അപ്പോൾ നമുക്കിന്ന് വിൻഡോ നമ്മുടെ ജനവാതിലൊക്കെ വയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടതെന്ന് വളരെ കുറച്ച് നേരം കൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് അനുപ്രശോഭ് പറഞ്ഞുതരും. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുവെച്ചാൽ ഈ പൊസിഷനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ഈ വിൻഡോൻ്റെ പൊസിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളത് പ്ലാനിങ്ങിൽ ചെയ്യും. അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് പൊസിഷൻ ഉണ്ടോ അതോ നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ അങ്ങ് വെക്കുകയാണോ? അല്ല, നമ്മൾ നേർക്ക് പണ്ടത്തെ പ്ലാനുകളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം പ്ലാനുകൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു ഡോറിൻ്റെ ഒരു റൂമിൻ്റെ എന്ത് ചെയ്യും, ഒരു സെൻട്രൽ പൊസിഷനിലായിരിക്കും എപ്പോഴും വിൻഡോ പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതെപ്പോഴും ഒരു 150x140 എന്നുള്ള ഒരു സൈസിലേക്കൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതൊരു ടിപ്പിക്കൽ ഒരു ടൈപ്പ് സ്റ്റൈലായിട്ട് അത് അങ്ങനെ കീപ്പ് ചെയ്തു. നേർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് നേർക്ക് അങ്ങനെയല്ല ശ്രദ്ധിക്കാറ്. നേർക്ക് വിൻഡോ പൊസിഷൻസും വെന്റിലേഷൻസും കിട്ടുന്നതിനനുസരിച്ചാണ് വിൻഡോൻ്റെ പൊസിഷൻസ് നേർക്ക് മാർക്ക് ചെയ്യാറ്. അതുപോലെ തന്നെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ലേഔട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ എവിടെയാണ് ബെഡ് പൊസിഷൻ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. അതിന് ശേഷമായിരിക്കും അതിനനുസരിച്ചും കൂടി ആയിരിക്കും എന്ത് വിൻഡോ പൊസിഷൻസും നമ്മൾ തീരുമാനിക്കേണ്ടാവാം. ഇപ്പോൾ നമ്മൾ പണ്ടത്തെ ചില വീടുകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ കിച്ചണിലൊക്കെ ഉള്ള വിൻഡോസിൻ്റെയൊക്കെ ഹൈറ്റ് കുറവായിരുന്നു. ഒരു കാലഘട്ടം വരെ അത് അങ്ങനെ തന്നെ ആയിരുന്നു തുടർന്നുണ്ടായത്. പിന്നീട് എന്ത് ചെയ്തു, ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് 2.10 ലിൻഡൽ ഹൈറ്റ് വെച്ച് തുടങ്ങി. അതിൽ തന്നെ എന്ത് ചെയ്യും, നേരെ വിൻഡോയും ചെയ്യും. പക്ഷേ അത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു സ്ത്രീകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈറ്റിലേക്ക്, അതായത് ഒരു 165 ഹൈറ്റിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വിൻഡോ പൊസിഷനെ മാറ്റി വയ്ക്കും. അതിൽ നിന്ന് ഇതേപോലെ തന്നെ ഇപ്പോൾ വിൻഡോൻ്റെ ഹൈറ്റ് അതിൽ എന്തായിരിക്കും, ഒരു 65 ഒക്കെ വിൻഡോ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. ഒരു 1 മീറ്റർ എന്ത് ചെയ്യും, സിൽ ഹൈറ്റ് ഉണ്ടായിരിക്കും. സിൽ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടവിൻ്റെ ഹൈറ്റ് ഒരു 1 മീറ്റർ വെച്ചതിന് ശേഷം പിന്നെ ഒരു 65 വിൻഡോ കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു നമ്മളെ കറക്റ്റ് ഐ വ്യൂവിനായിരിക്കും വിൻഡോ പൊസിഷൻ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഹൈറ്റിലേക്ക് റാക്കിലേക്കൊക്കെ സ്ത്രീകൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, റാക്ക് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാം പറ്റും. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ കോമൺലി ഇപ്പോൾ ഒരു 150 ഹൈറ്റിലാവണമെന്ന് കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ ഹൈറ്റ് ചിലപ്പോൾ ഒരു 2 മീറ്റർ കൊടുത്തേക്കാം. അതൊക്കെ അവിടുത്തെ വെന്റിലേഷൻ എങ്ങനെ വേണം, കൂടുതൽ ലൈറ്റിംഗ് വേണ്ട പൊസിഷനാണോ, അതിനൊക്കെ അനുസരിച്ചാണ് നേരിടുന്നത് വിൻഡോ പൊസിഷനും കാര്യങ്ങളും ചെയ്യാം. ഇതെപ്പോഴും നമ്മൾ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ കാര്യങ്ങൾ ചെയ്യും. അത് കാരണം പ്ലോട്ട് പോയി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരിക്കും ഇപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ വെളിച്ചം വരുന്നത്, വായു ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്, അതിനനുസരിച്ച് തന്നെ എന്ത് ഉണ്ടാവുള്ളൂ, ചെയ്യുന്നുണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ കാണുന്നത് ഒരു പടവ് ആ ഒരു ചെയ്യുന്നതിന് സെൻട്രലായിട്ട് മിക്ക വീടുകളും നമ്മൾ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡിലാണ് നമ്മൾ വന്നിരുന്നത്. അത് അങ്ങനെ സെൻട്രൽ തന്നെ വെക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ അത് നേർക്ക് ആദ്യം കുറച്ച് ആൾക്കാർ, കാരണം അത് പഴയ കുറേ ആൾക്കാർ അതങ്ങനെ തുടർന്നു എന്നുള്ളതാണ്. നേർക്ക് അതിൻ്റെ ആവശ്യമില്ല, സെൻട്രൽ തന്നെ കീപ്പ് ചെയ്യണം, വിൻഡോ പൊസിഷൻ സെൻട്രൽ തന്നെ വേണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ളതല്ല. നേർക്ക് അതിൻ്റെ പൊസിഷൻ നമ്മൾ നേർക്ക് അത് വേണ്ടത് എവിടെ നിന്നാണ് കൂടുതൽ വെന്റിലേഷൻസ് വരുന്നത്, എവിടെ നിന്നാണ് ലൈറ്റ് കൂടുതൽ വരേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ ലേഔട്ടിനൊക്കെ അനുസരിച്ചാണ് നേർക്ക് വിൻഡോ പൊസിഷൻസ് നേർക്ക് വെക്കേണ്ടത്. നമുക്ക് ഈ വിൻഡോൻ്റെ ഫ്രെയിംസ് ഒക്കെ എന്ത് തരം മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? വിൻഡോ നമുക്ക് നോർമലി ഇപ്പോൾ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് വുഡ് യൂസ് ചെയ്യാറുണ്ട്. എല്ലാവരും പണ്ട് കാലത്തെ വുഡ് യൂസ് ചെയ്യാറുണ്ട്, ഇപ്പോഴും വുഡ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒന്ന് യൂസ് ചെയ്യാറ് GI മെറ്റീരിയൽസ് വെച്ച് ഉപയോഗിക്കാറുണ്ട്. GIയുടെ ഷീറ്റ് വെച്ചിട്ട് വിൻഡോ ഉണ്ടാക്കാറുണ്ട്. സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ വിൻഡോ ഉണ്ട്, UPVCയുടെ ഉണ്ട്, അതേപോലെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെയും ചെയ്യാറുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് കോസ്റ്റ് കുറഞ്ഞിട്ട് എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്ന കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ഏതാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടാവും. കോസ്റ്റ് കുറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നത്, കോസ്റ്റ് കുറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് കോൺക്രീറ്റ് തന്നെ ആയിരിക്കും. കോസ്റ്റ് കുറഞ്ഞ് ചെയ്യാവുന്നത് കോൺക്രീറ്റ് ആണ്, പക്ഷെ അതിന് അതിൻ്റെതായ ചെറിയ ഡ്രോബാക്സ് ഉണ്ട് അതിന്. അതേപോലെ തന്നെ ഓക്കെ, നമ്മൾ ഈ വുഡ് വെക്കുമ്പോൾ വുഡിൽ നിന്ന് എല്ലാവരും മാറ്റി ചിന്തിക്കാനുള്ള അതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ ഈ ചിതലാണ്. ചിതലിൻ്റെ പ്രശ്നം കുറച്ച് കഴിയുമ്പോൾ വരും. പിന്നെ നല്ല മരങ്ങൾ ചിലപ്പോൾ നല്ല ഉണങ്ങിയ മരങ്ങളായിരിക്കില്ല, അപ്പോൾ അത് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാണ്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ ചിതൽ വരുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിതല് കോമൺലി എല്ലായിടത്തും ഇപ്പോൾ പഴയ വുഡാണെങ്കിൽ പിന്നെയും കുറേ ലാസ്റ്റ് തന്നെ. ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം പഴക്കമില്ലാത്ത വുഡ് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ കറക്റ്റ് സീസണിങ് ചെയ്യാത്ത വുഡായിരിക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിതൽ വരാനുള്ള കാര്യം ഭയങ്കര കൂടുതലായിരിക്കും. ഇത് നമ്മൾ ഫ്ലോറിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ തറയിൽ മണ്ണിട്ടതിന് ശേഷം അതിലേക്ക് ഒന്ന് ഫുൾ നനച്ചതിന് ശേഷം ചിതലിൻ്റെ ഒരു കെമിക്കൽസ് ഈ മണ്ണിലേക്ക് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നിലത്തുനിന്ന് ചിതൽ വരുന്നത് തടയാൻ പറ്റും.
അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വിൻഡോൻ്റെ മണ്ണ് നമ്മളെ കല്ലായിട്ട് ബന്ധപ്പെടുന്ന ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിറ്റുമിൻ ഷീറ്റ് കൊണ്ട് വെച്ചിട്ട് കവർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ആയാലും ചിതൽ കുറയാം. പക്ഷേ കെമിക്കലി യൂസ് ചെയ്യുന്ന സമയത്ത് അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവം ഒന്നാണല്ലോ. വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഈ കെമിക്കലിന് കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ കാരണം കുട്ടികളും കാര്യങ്ങളൊക്കെ ചിലവർക്ക് അത് ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ ചിലവർക്ക് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെന്റലി അതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടായിരിക്കും. വീടാകുമ്പോൾ പിന്നെ അത് നമുക്ക് നമ്മളൊരു സന്തോഷത്തിനുള്ള അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ശരിക്കും ആ കെമിക്കലി അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെതലിന് ശരിക്കും കംപ്ലീറ്റ് അത് ഇല്ലാണ്ടാവും. അത് നമുക്ക് ആക്സെപ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ഈ ഫ്രെയിംസിന്റെ പോലെ തന്നെ ഗ്രിൽസ് നമ്മൾ പല സൈസിൽ കാണാറുണ്ട്. ചില ആദ്യമൊക്കെ നമ്മൾ ഒരു സൈസിലാണ്, ഇപ്പൊ പല സൈസിൽ റൗണ്ട്, സ്ക്വയർ, പിന്നെ സ്ക്വയറിനെ തിരിച്ചു വെച്ചിട്ടാണ് തോന്നുന്നു ഡയമണ്ട് ഷേപ്പ് അല്ലേ? അത് ഏകദേശം എത്ര? അത് ഗ്രിൽസ് യൂസ് ചെയ്യുന്നത് ഒന്ന് ഇതേപോലെ തന്നെ വെർട്ടിക്കലി ചെയ്യുന്നതുണ്ട്, അതുപോലെ തന്നെ ഒറിജിനലി ചെയ്യുന്ന പോർഷൻസ് ഉണ്ട്. അതെല്ലാം ഈ വിൻഡോ ഡിസൈൻ ചെയ്യുന്നതേ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രിൽ ഡിസൈനിങ് നമ്മൾ ചെയ്യാറുണ്ട്. കാരണം അതും ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് നേരിട്ട് ചെയ്യാറ്. അതിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റൗണ്ട് യൂസ് ചെയ്യാറുണ്ട്, സ്ക്വയർ യൂസ് ചെയ്യും. സ്ക്വയർ യൂസ് ചെയ്യുന്നത് ഹോളോ സെക്ഷൻ എന്ന് പറയും, ജിയുടെ ഹോളോ സെക്ഷൻ വെച്ച് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്ക്വയർ റോഡ് എന്ന് പറയും, അത് ഫുൾ ഫില്ല് ചെയ്തിട്ടുള്ള ഇതുണ്ടായിരിക്കും. രണ്ട് ടെമ്പറേച്ചറാണ്, മീൻസ് രണ്ട് യൂസ് ചെയ്യുന്നതെല്ലാം. പിന്നെ സൈസ് എന്ന് പറയുന്നത് അധികം നമ്മൾ ഉപയോഗിക്കാറ് 12 mm യൂസ് ചെയ്യാറുണ്ട്, 16 mm യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിന് കൂടുതലുള്ള ചിലർ വേണമെന്ന് പറയാണ്ട് എന്തൊക്കെ മെറ്റീരിയൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും? മെറ്റീരിയൽസ് അധികം നമ്മൾ യൂസ് ചെയ്യുന്നത് ജിയുടെ യൂസ് ചെയ്യാറ്. ജിയുടെ ഹോളോ സെക്ഷൻസ് ആണ് അധികം യൂസ് ചെയ്യാറ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ മൈൽഡ് സ്റ്റീലിൻ്റെ MS-ന്റെ എന്ത് ചെയ്യും, കമ്പി സ്റ്റീലിൻ്റെതും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പണ്ട് വുഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പം അത് യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഫിക്സിങ്ങിന്റെ പ്രത്യേകിച്ചൊരു സൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. വിൻഡോ പോർഷനിൽ വിൻഡോ നേർക്ക് കോമൺലി ഇപ്പം എല്ലായിടത്തും ചെയ്യുന്ന സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 പോയിന്റ്, അതായത് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 5 cm നമ്മളിപ്പോൾ കോമൺലി ചെയ്യാറ് ഒരു 5 cm ചെയ്യാറുണ്ട്. അതിൻ്റെ കനം ഡെപ്ത് എന്ത് ചെയ്യും, നമ്മൾ ഒരു 12.5 കൊടുക്കും. അതായത് 5 ഇഞ്ചും 2 ഇഞ്ചും എന്നുള്ള കണത്തിലേക്ക് നമ്മളിപ്പോൾ ചെയ്യാറുണ്ട്. പക്ഷേ പണ്ട് അല്ലെങ്കിൽ ഇതിന് മുന്നേക്കെ ചെയ്ത് തുടർന്നിരിക്കുന്നത് നേർക്ക് 4:3 എന്ന് പറയും. 4 എന്ന് പറയുന്നത് അതിൻ്റെ വിട്താണ്, 10 cm എന്ന് പറയും. 3 എന്ന് പറയുന്നത് ഫേസിൽ കാണുന്ന ഭാഗം 3 ഇഞ്ചിലായിരിക്കും കാണിക്കുന്നത്. ഇത് ഇങ്ങനൊരു അളവുകളിലാണ് കോമൺലി നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ചിലവരെന്ത് ചെയ്യും, വാൾ തിക്കിന് മൊത്തമായിട്ട് തന്നെ എന്ത് ചെയ്യും, വിൻഡോ പോർഷൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. അതെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്ററിങ് സമയത്ത് വിൻഡോ പോർഷൻ ചെയ്യുന്ന ഭാഗത്ത് ശ്രദ്ധിച്ചറിയാം ഇതുപോലെ വിള്ളലുകൾ സംഭവിക്കാൻ കുറേ. നമ്മളത് കഴിഞ്ഞ വാതിലിൻ്റെ അതിൻ്റെ ലിങ്കും കൂടെ നമ്മളതിൻ്റെ അടിയിൽ നമ്മൾ ചേർക്കാം. നമ്മളതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാതിലിൻ്റെ ഫ്രെയിംസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. വാതിൽ വെക്കുമ്പോൾ ഇതേപോലെ തന്നെ എന്താ പറയുക, വാളിൻ്റെ സെൻറ്റർ ആക്കിയിട്ടായിരിക്കും പോർഷനിൽ നമ്മൾ വെക്കേണ്ടാവുക. വിൻഡോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാളിൻ്റെ പുറമറിയിൽ നിന്ന് എന്ത് ചെയ്യും, 1 ഇഞ്ച് ഉള്ളോട്ട് കയറ്റി വെക്കും. 1 ഇഞ്ച് ഉള്ളോട്ട് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ കട്ടിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന വിള്ളലുകളോ കാര്യങ്ങളോ ഉണ്ടാവില്ല, കറക്റ്റായിട്ട് നമുക്ക് ലെവലിംഗ് ആയിട്ട് കിട്ടും. പിന്നെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഹോൾ ഫാസ്റ്റേഴ്സ് കൊടുക്കുക. അതായത് നമ്മൾ കൂട്ടിപ്പിടുത്തത്തിന് കൊടുക്കുന്ന കമ്പിയുണ്ട്, അത് കറക്റ്റായിട്ട് എത്ര ഹൈറ്റ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് എന്ത് ചെയ്യണം, അത്ര നമ്പേഴ്സ് ഓഫ് കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുന്നത് പോലെ ചെയ്യാം. ഇതൊക്കെയാണ് ഫിക്സിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു വിൻഡോ ചെയ്യുമ്പോൾ പൊസിഷൻ, അതേപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽ, പിന്നെ നമ്മുടെ ഗ്രില്ല് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽ വെച്ച് ചെയ്യാം, അതേപോലെ തന്നെ ചിതൽ വരുമ്പോൾ നമുക്ക് അതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, പിന്നെ ഫ്രെയിം സൈസ് അല്ലേ, ഇതൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ ഇതിൽ പറയാൻ? പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതുപോലെ തന്നെ പടവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിൻഡോ ഫിക്സ് ചെയ്യുന്ന ഇതിൽ പിന്നെ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ലിൻഡൽ കാര്യങ്ങൾ ചെയ്യും. അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഈ ഇതെല്ലാം എന്ത് ചെയ്യാം, വിൻഡോമേക്ക് പിടിക്കലും പിന്നെ അത് പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായിരിക്കും, കളയാനും കാര്യങ്ങൾ. അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ ലിൻഡൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാം, അതിനെ ഒരു കവറോ കാര്യങ്ങളോ ഇട്ടിട്ട് പ്രൊട്ടക്ട് ചെയ്യുക കാര്യങ്ങൾ. പിന്നീട് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, പെയിൻറ്റിങ് കാര്യങ്ങളായിട്ട് ഇത് കീപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ വിൻഡോ കാര്യങ്ങൾ വെച്ചു, ചിതിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എന്നാൽ പോലും നമ്മളിത് കറക്റ്റ് ഒരു പീരിയഡിൽ തന്നെ എന്ത് ചെയ്യണം, വിൻഡോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു പെയിൻറ്റിങ് കാര്യങ്ങൾ കീപ്പ് ചെയ്ത് പോകണം. അതിന് എല്ലാവരും ഇപ്പോൾ വിൻഡോ ചെയ്തതിന് ശേഷം ഒരു വിൻഡോ ഉണ്ടായിരിക്കും, ആരും അങ്ങനെ വല്ലാതെ ഓപ്പൺ ചെയ്യാറില്ല. എനിക്ക് വിൻഡോ ചില ക്ലയൻസൊക്കെ പറയും കൂടുതൽ വിൻഡോസ് വേണം എന്നൊക്കെ പറയും.
പക്ഷെ ആരും അധികം വീട്ടിൽ ചെന്നാലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അത് എപ്പോഴും ക്ലോസ് ചെയ്തിട്ടായിരിക്കും. നേരത്തെ അത് വിൻഡോ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ വെന്റിലേഷൻസ് കാര്യങ്ങളും വീടിനുള്ളിൽ കൂടുതൽ വെളിച്ചവും വായു സഞ്ചാരം കിട്ടണം. എന്നാൽ മാത്രമായിരിക്കും അത് നേരെ ക്രോസ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളും കൂടെ എന്താണ് ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെറുതെ വിൻഡോ ഫിക്സ് ചെയ്ത് വെച്ചാൽ പോരാ, അത് തുറക്കും കൂടെ വേണമെന്നാണ് നമ്മുടെ അനുപ്രശോഭ് പറയുന്നത്. ശരിയാണ് പറയുന്നത് അല്ലേ. നമ്മളൊക്കെ ഒരുപാട് ജനവാതിലുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ 1-2 ജനവാതിലൊക്കെ ആയിരിക്കും നമ്മൾ തുറക്കുന്നുണ്ടാവുക. മാക്സിമം നമ്മുടെ വെന്റിലേഷൻ അകത്തേക്ക് കാറ്റും വെളിച്ചമൊക്കെ വരട്ടെ അല്ലേ. ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് അത്യാവശ്യം വേണ്ട ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തു. എങ്ങനെയാണ് ഒരു പൊസിഷനും മെറ്റീരിയലും എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് നന്ദി അനുപ്രശോഭ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്നത്. കോളോ ആപ്പിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്താണ്. പിന്നെ സന്നിച്ച് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു വീട് പുതിയതായിട്ട് വെക്കുന്ന ഒരാൾക്ക് ആളുടെ സ്വപ്നമായിരിക്കും പറഞ്ഞ പോലെ തന്നെ പുതിയ വീട് കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ വിൻഡോ വെക്കുന്ന ഒരു ഭാഗത്തുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി കൂടുതലായിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് വീണ്ടും കാണാം. എന്തായാലും കോലാപ്പിൽ ഈ ഒരു സബ്ജക്റ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാനും നന്ദി പറയുന്നു. താങ്ക് യു. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡുമായി വരുന്നതാണ്. നന്ദി.